രാഷ്ട്രീയ സംഘർഷങ്ങളുടെ, കുടിപ്പകയുടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർക്കലിന്റെ വലിയ ചരിത്രമുണ്ട് കേരളത്തിന്. അവിടെ നിന്ന് സമാധാനത്തിൻ്റെതെന്ന് എന്ന് കരുതുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടിൽ വ്യവസായം എന്ന രീതിയിൽ ബോംബുണ്ടാക്കുക, അതുണ്ടാക്കുന്ന ഇടയ്ക്ക് അത് പൊട്ടി മരിക്കുക, കയ്യും കാലും മറ്റ് ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കാറുമുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് ഒരു സംവിധാനത്തിനും, ഒരു ഇന്റലിജൻസ് സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനും അതില്ലാതാക്കാൻ കഴിയാതെ ഇരിക്കുക എന്നതൊക്കെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ വലിയ തോതിൽ നാണം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് തള്ളി പറയുകയാണ് CPM ചെയ്തത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇന്നലെയും ഇന്നും ഗോവിന്ദമാഷ് അങ്ങനെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. ഇന്ന് പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മരിച്ച ഷെറിന്റെ വീട്ടിലേക്ക് പോയതായുള്ള വാർത്തകൾ വരുന്നു. പാർട്ടി തള്ളി പറഞ്ഞ, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിലെ പ്രതിയുടെ വീട്ടിലേക്ക് എന്തിനാണ് പാർട്ടി അംഗങ്ങൾ, പാർട്ടി നേതാക്കൾ ചെല്ലുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത്? ഈ വിഷയത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട വ്യക്തിക്കോ ഇതിൽ പരിക്കു പറ്റിയവർക്കോ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കോ CPM-ഉമായി യാതൊരു ബന്ധവുമില്ല എന്നത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറിച്ച് CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിൽ പ്രതിയാണ് ഇതിൽ പ്രധാനമായും പരിക്കേറ്റ 2 പേർ. ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗമായ വനിതയുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതി, അതുപോലെ പ്രധാനപ്പെട്ട CPM-ന്റെ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചതിന്റെ ഭാഗമായി 4 വർഷം മുമ്പ് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലടക്കം ഇവർ ഏർപ്പെടുന്ന കാര്യം വളരെ ഗൗരവമായി പാർട്ടി അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവരാരും പാർട്ടി അംഗങ്ങളായിരുന്നില്ല. അതിൽ ഒരാൾ ഒരു മുതിർന്ന പാർട്ടി അംഗത്തിന്റെ മകൻ ആണ്. പക്ഷെ അദ്ദേഹത്തെ 4 വർഷം മുമ്പ്, ബിനീഷ് എന്ന് പറയുന്ന ഇതിൽ പരിക്കേറ്റ വ്യക്തിയെ 4 വർഷം മുമ്പ് ഈ പാർട്ടി അംഗമായ നാണു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. 4 വർഷമായി ഈ ബിനീഷിന് സ്വന്തം വീടുമായി പോലും യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഓരോ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെയും സാഹചര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാനൂര് CPM-ന്റെ ഏരിയ കമ്മിറ്റിയും പത്രസമ്മേളനം വിളിച്ച് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജനപ്രതിനിധികളായവർ, പ്രത്യേകിച്ച് അശോകൻ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം 2-3 പാർട്ടി അംഗങ്ങൾ ഈ മരണപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അവരുടെ വീട് സന്ദർശിക്കുന്ന സാഹചര്യം. അവർ ജനപ്രതിനിധി എന്ന രൂപത്തിലാണ്, ഏതെങ്കിലും തരത്തിൽ CPM-ഉമായിട്ട് ബന്ധമുള്ള ആളുടെ വ്യക്തി എന്ന രൂപത്തിലല്ല, മറിച്ച് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന രൂപത്തിലാണ് മരണപ്പെട്ട ആളുടെ ശവസംസ്കാര ചടങ്ങുകളിലടക്കം പോയി പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായി പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്നും ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി പ്രവർത്തകരായിരുന്നവരല്ല ഇതിൽ ഉൾപ്പെട്ട മരണപ്പെട്ടയാളോ പരിക്കേറ്റയാളോ എന്നും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരും അങ്ങോട്ട് ശരി. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് സുധീർ കുമാർ, പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അശോകൻ എന്ന് പറയുന്നയാൾ. പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കുന്നത്, കലാപത്തിന് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആകെ, കോൺഗ്രസും BJP-യും എല്ലാം ആരോപിക്കുമ്പോൾ, രാഷ്ട്രീയമായി വലിയ ആരോപണം നേരിടുന്ന സമയത്താണ് ഈ പറയുന്ന സന്ദർശനം ഉണ്ടാകുന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ അത് പാർട്ടിക്ക് ബോധ്യമുണ്ട്, ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് അവരവിടെ ചെന്നത് എങ്കിൽ ഇന്ന് നിങ്ങളുടെ പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള അതിനെ തള്ളി പറഞ്ഞത് എന്തിനാണ്? ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് എന്തിനാണ്? ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അത് CPM-ന്റെ വോട്ട് നേടി CPM-ന്റെ പാനലിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും പ്രതിനിധിയാണ്. അത് മരണമായാലും കല്യാണമായാലും മറ്റ് അടിയന്തര സാഹചര്യമായാലും അപകടമായാലും ജനപ്രതിനിധികൾ അവിടെ പോകുക എന്നുള്ളത് ജനപ്രതിനിധികളുടെ കടമയാണ്. ഇത് നിശ്ചിതമായി പാർട്ടി വിമർശിച്ച, പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയ സംഭവമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകൾ, ഇന്ന കേസുകളിൽ പ്രതിയായവരാണ് ഇതിൽ മരണപ്പെട്ടയാളും പരിക്കേറ്റവരും എന്ന് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്, പത്രമാധ്യമങ്ങളെ അടക്കം അറിയിച്ചതാണ്. മറിച്ച് അവിടെ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു, അത് ജനപ്രതിനിധി എന്ന രൂപത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് CPM-ന് അതിൽ ബന്ധമുണ്ട് എന്ന് അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള BJP-ക്കാരോ കോൺഗ്രസുകാരോ പോലും പറയില്ല. സാമൂഹ്യവിരുദ്ധ ശക്തികളാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് അവിടേക്ക് ജനപ്രതിനിധികൾ ഓടി ചെല്ലുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ മരിച്ചുപോയ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, നാട്ടിൽ എന്തിനും
പോന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ആയുധം ഉണ്ടാക്കി. ആ ആയുധം ഉണ്ടാക്കുന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. നിയമവിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട എന്തു ബാധ്യതയാണ് ജനപ്രതിനിധിക്കുള്ളത്? അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാവുക? ഇല്ല, ഞങ്ങളുടെ നയം ക്ലിയർ ആണ്, വ്യക്തമാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും അത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് പ്രത്യാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും വളരെയധികം ജാഗ്രതയോടുകൂടി മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാവൂ എന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിനിടയിൽ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് അനുശോചനം അറിയിക്കാൻ പോകേണ്ട എന്ത് പ്രശ്നമാണ്, എന്ത് ആവശ്യകതയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടായത് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി നയം അവിടെ നിൽക്കട്ടെ, അതിനെ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. ഇത് അല്ല, താങ്കൾ ചോദിച്ചു അവിടെ പോയി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുശോചനത്തിന്റെ ഭാഗമായി അവിടെ പോയി സന്ദേശം കൊടുക്കാനോ ഒന്നുമല്ല. ഒരു അപകടം നാട്ടിലുണ്ടായി. അപകടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, നിശ്ചിതമായിട്ട് വിമർശിച്ചതാണ്. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ഒരാൾ കൊല ചെയ്യപ്പെട്ട് ഇരയായിപ്പെടുന്നത് പോലെയല്ല നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുപിടിച്ച ആളുടെ അല്ലെങ്കിൽ അതിൽ പങ്കായ ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും ആശ്വസിപ്പിക്കുന്നതും. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഏതെങ്കിലും ജില്ലാ തലത്തിലുള്ള നേതാവോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരോ അവിടെ പോയി സന്ദർശിക്കുകയോ അനുശോചനം രേഖപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. ജനപ്രതിനിധികളായവർ അത് CPM-ന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവർ ആ പ്രദേശത്തിന്റെ നേതാക്കന്മാരാണ്. ആ ചടങ്ങിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് സന്ദർശിച്ചു എന്ന് വെച്ചിട്ട് വേറെ അതിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നല്ലോ. പാർട്ടിയുടെ ഘടനയിൽ ഒരു ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പാർട്ടിയെ പറ്റി അടിസ്ഥാന വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഒരു ലോക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായോ ഒരു ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായി ഒരു സന്ദർശനവും നടത്തില്ല. ഇത്രയേറെ കേരളം ചർച്ച ചെയ്ത വിവാദമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനം നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വയം തീരുമാനപ്രകാരമോ സ്വന്തം പോർട്ട്ഫോളിയോയുടെ ഉത്തരവാദിത്തത്തിന് പ്രകാരമോ ആയിരിക്കില്ല എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട അധികാരഘടന എന്താണെന്ന് വ്യക്തമാകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇല്ല, രാഷ്ട്രീയ സംഘർഷമുള്ള മേഖലകളിൽ പോലും തന്നെ ഒരു ശവസംസ്കാരം ചടങ്ങ് നടക്കുമ്പോഴും അതിന്റെ ചടങ്ങുകളുടെ ഭാഗമായി പങ്കെടുക്കാറുണ്ട്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അതൊരു ജനപ്രതിനിധി എന്ന രൂപത്തിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിൽ ആ ബ്ലോക്ക് അതിർത്തിയിലെ ഒരു നേതാവാണ്. ഈ മരണപ്പെട്ടയാൾ ശരിക്കും ഭീകരവാദ പ്രവർത്തനത്തിലോ തീവ്രവാദ പ്രവർത്തനത്തിലോ ജനവിരുദ്ധ പ്രവർത്തനത്തിലോ ഏർപ്പെട്ടിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും യാതൊരു ബന്ധമുണ്ടാവില്ല. കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആൾ വരെ വലിയ പരിക്കേറ്റിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ശരി, എനിക്ക് മനസ്സിലായി. മനുഷ്യ സ്നേഹം കൊണ്ട് ചെന്നു കണ്ടു ആശ്വസിപ്പിച്ചു, എനിക്ക് മനസ്സിലായി. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ മീത്തല കുന്നോത്തുപറമ്പ് DYFI യൂണിറ്റ് സെക്രട്ടറിയുടെ പേരെന്താണ്? അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങേക്ക് അറിയാമോ? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ പേര് അമൽ ബാബു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമൽ ബാബു ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. അതെ, അമൽ ബാബു ആണ്. ഈ സംഭവം നടന്ന് ഒരു വ്യക്തി പോലും ഈ സ്ഫോടനം നടന്ന വീട്ടിലേക്ക് ചേരുവാനോ അല്ലെങ്കിൽ ഒരാളെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ തയ്യാറാവാതെ വന്നപ്പോഴാണ് അമൽ ബാബു ആണ് ഈ പരിക്കേറ്റ് ചോര ഒലിപ്പിച്ചവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അമൽ ബാബു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായി അമൽ ബാബു ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ആയിട്ടുള്ള ഒരു ചാർജ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അമൽ ബാബു ആണ് ചോര ഒലിപ്പിച്ച് കിടന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആദ്യം തയ്യാറായത്. അത് നാട്ടുകാർ 10ഓളം പേര് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പ്രതികൾ കീഴടങ്ങാനുണ്ട്. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റു.
അതിനിടയിൽ ഈ പറയുന്ന ഒളി സങ്കേതത്തിൽ നാട്ടിൽ, വിപണിയിൽ, തെരുവിൽ, റോഡ് സൈഡിൽ വെച്ചുകൊണ്ടല്ല ബോംബ് നിർമ്മാണം നടത്തുന്നത്. അവിടെ എത്തുകയും സമയോചിതമായി ഇടപെടുകയും 108 വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, അതിന്റെ പേരിൽ മാത്രം അറസ്റ്റിലാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കുറച്ച് കടുപ്പമാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പോലീസിന്റെ ഒരു സമീപനം ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട് എന്നത് ആശ്വാസകരവുമാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? ഒറ്റ മിനിറ്റ്. ശരി, അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും സുതാര്യമായി പോസിറ്റീവായിട്ട് തന്നെ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി സംവിധാനമോ ഭരണ സംവിധാനമോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ആരെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അവിടെ ഓടിയെത്തി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകൾക്ക് ഇതുമായി ഒരു ബന്ധവും പ്രാഥമികമായി ഇല്ല എന്ന് തിരിച്ചറിയാനൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയും. സർ, ഞാൻ അവിടെ ഇന്ന ശബ്ദം കേട്ട് ഇത്ര മണിക്കാണ് ചെന്നത്, എന്നോടൊപ്പം ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇല്ലായിരുന്നു, അത്രയും സമയം ഞാൻ ഇവിടെയാണ് നിന്നത്, ഈ ശബ്ദം കേട്ട് ഓടിച്ചെന്നതാണ്, ഞാൻ ഇവരെ വാരി എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ പിടിച്ച് ജയിലിലിടുന്നവരാണ് നമ്മുടെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അങ്ങനെ തെളിയിക്കാൻ വിദഗ്ധരായ വക്കീലന്മാരെ നമുക്ക് ലക്ഷങ്ങൾ വെച്ച് വാദിപ്പിക്കുകയും ജയിപ്പിക്കുകയും പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്യാം. വീരപരിവേഷത്തോടെ ഇവരൊക്കെ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായി നമ്മുടെ തെരുവിലൂടെ നടക്കട്ടെ. അത് കാണുന്നതും ഒരു സന്തോഷം തന്നെയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ. ശരി.